ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഈ വചന കൃപാഗ്നി ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ക്ലാസ്സുകൾ കേട്ട് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ സഹായിച്ചവരൊക്കെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഒത്തിരി നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അവസാനത്തെ എപ്പിസോഡ് നമ്മൾ ചിന്തിക്കുന്നത് അന്ത്യവിധിക്ക് ശേഷം നമുക്ക് നൽകുന്ന ആ നിത്യജീവനെക്കുറിച്ചാണ്. എങ്ങനെയാണ് ആ നിത്യജീവൻ നമ്മൾ പ്രാപിക്കുന്നതും ആ നിത്യജീവനിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. തനത് വിധിയിലൂടെ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യ ആത്മാവ് ദൈവസമക്ഷം കടന്നു ചെല്ലുകയും തനത് വിധിയുടെ ആ തീരുമാനത്തിലേക്ക് ആത്മാവ് മാറ്റപ്പെടുകയും ചെയ്യും. ഒന്നെങ്കിൽ നരകത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ശുദ്ധീകരണവും പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അവിടെ വിധി സ്വീകരിക്കുകയും കേൾക്കുകയും അതിൻ്റെ ഫലം സ്വീകരിക്കുകയും ചെയ്യുന്നത് ഹ്യൂമൻ സ്പിരിറ്റ്, ആത്മാവ് മാത്രമേ ഉള്ളൂ. എന്നാൽ അന്ത്യവിധിയിലും ഇതേ ജഡ്ജ്മെന്റ് നടക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ അന്ത്യവിധി എന്ന് പറയുന്നത്. അന്ത്യവിധിയിൽ അവര് ദൈവത്തിൻ്റെ വിധി പ്രഖ്യാപനം കേൾക്കുന്നത് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ശരീരത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ഈ ശരീരത്തോടു കൂടി ഈ വിധി കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കടന്നു വരണം? ആത്മാവാണ്, അല്ലെ? യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നതല്ല. ഈ ആത്മാവ് ഉള്ളിടത്ത് മാത്രമേ ഈ ജീവൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി സ്വർഗത്തിലോ നരകത്തിലോ ആയിരിക്കുന്ന ഈ ആത്മാവ് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഈ ശരീരത്തിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് സഭയുടെ മതബോധന ഗ്രന്ഥം 1038, 39, 40 സഭ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം ഇതാണ്: അന്ത്യവിധിക്കു മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനം ഉണ്ടാകും. അപ്പോൾ നീതിമാന്മാരുടെയും നീതിരഹിതർ എവിടെയാണ്? നരകത്തിൽ പോയിരിക്കുന്നവരാണ്. നീതിമാന്മാർ എങ്ങോട്ടാണ്? ശുദ്ധീകരണത്തിലോ സ്വർഗത്തിലേക്കോ മാറ്റപ്പെട്ടിരിക്കുന്ന ഇവരുടെ എല്ലാം എന്തുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു? ഉത്ഥാനം ഉണ്ടാകും. വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. 1039 പറയാണ്, ഓരോ മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ സത്യം തന്നെയായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആത്യന്തികമായി വെളിവാക്കപ്പെടും. അപ്പോൾ ആത്യന്തികമായി അവിടെ വെളിവാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തനത് വിധിക്കാത്ത കണ്ട ഒരു കാര്യമുണ്ട്, അല്ല? അവിടെ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെടുകയും ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണും. ഈ അന്ത്യവിധി സമയത്തും ഇതേ സംഭവം തന്നെ വീണ്ടും അവിടെ നടക്കും. ആ സംഭവം നടക്കുമ്പോൾ അന്ന് ആത്മാവ് കേട്ടുവെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ശരീരത്തോടു കൂടിയാണ് അത് കേൾക്കാനായിട്ട് പോകുന്നത്. 1040 പറയാണ്, ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ അന്ത്യവിധി ഉണ്ടാകും.
അപ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവിൽ ഇത് സംഭവിക്കും എന്നാണ് സഭ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോടൊരു കാര്യം പറയുകയാണ്. മരിച്ചവർ എല്ലാവരും സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മരിച്ചവരെല്ലാവരും. നമ്മൾ കഴിഞ്ഞ തവണ എടുത്തൊരു വചനഭാഗം കൂടെയാണ്, അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് എടുക്കുകയാണ്. 2 ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് അനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. അപ്പം ഗ്രന്ഥത്തിൽ ഇത് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് അന്ത്യവിധിയിലും വിധി പ്രഖ്യാപനം ഉണ്ടാവുന്നത്. പ്രൈസ് ലോർഡ്. അവിടെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 19-ന്റെ 27-28 നമ്മൾ കണ്ടു. 12 ഗോത്രങ്ങളെ വിളിച്ചുകൊണ്ട് അവൻ്റെ വലതു സിംഹാസനത്തിൽ ആരുണ്ട്? അപ്പസ്തോലന്മാരും ഉണ്ട്. അപ്പോൾ അപ്പസ്തോലന്മാരുടെ മുമ്പിലാണ് ഈ കാര്യങ്ങൾ നടക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വചനത്തിലെ കർത്താവ് പറയുകയാണ്, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. കഴിഞ്ഞ ദിവസം എടുത്ത വചനം തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 5:28-29 കണ്ടു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തിട്ടുള്ളവർ നിത്യജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തിട്ടുള്ള ശിക്ഷാപതിയുടെ ഉയർപ്പിനായും അവര് പുറത്തു വരും. അപ്പോൾ അവിടെ വിധി അവിടെ നടക്കപ്പെടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. അന്ത്യവിധിയിൽ കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ചെയ്തു പോയിരിക്കുന്ന നന്മ പ്രവൃത്തികൾക്കും തിന്മ പ്രവൃത്തികൾക്കും പ്രതിഫലം നൽകാനാണ് ആര് വരുന്നത്? കർത്താവായ ഈശോ വീണ്ടും വരുന്നത് അന്ത്യവിധിയിൽ. അപ്പോൾ അന്ത്യവിധിയിൽ നമുക്ക് കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്നത് ഒന്ന് നിത്യജീവനും ഒന്ന് നിത്യശിക്ഷയുമാണ്. അതിനുശേഷം ശുദ്ധീകരണമില്ല, നരകവും സ്വർഗവും മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അന്ത്യവിധിയോട് എടുക്കുന്ന സമയത്ത് തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-17 വചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവനോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. അന്ത്യവിധിയുടെ സമയത്ത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരുണ്ട്, ഭൂമി നിറച്ച ആളുകളുണ്ട്. അവരെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എങ്ങോട്ടെടുക്കപ്പെടും?
ആകാശത്തിലേക്ക്, വാനമേഘങ്ങളിലേക്ക് കർത്താവിനോടൊപ്പം അവർ എടുക്കപ്പെടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, നല്ലൊരു സമയം, അന്നാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുമല്ലോ എന്ന്. ഒരിക്കലുമില്ല. അതിനു മുമ്പ് വലിയ പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അന്ന് പിടിച്ചു നിൽക്കുന്നവരുണ്ട്, അവരാണ് ഈ രക്ഷയിലേക്ക് വരത്തുള്ളൂ. അന്നും ഇതിനെ എതിർത്തുകൊണ്ട് ആന്റി ക്രൈസ്റ്റിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവര് അന്നും എന്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും? ഈ ശിക്ഷയിലേക്ക് തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ ഭൂമിയിൽ അന്ന് ജീവിച്ചിരിക്കുന്നവർ ഈ വലിയ പീഡനങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിൽക്കുകയും ഏലിയ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഏലിയ പ്രത്യക്ഷപ്പെട്ട് അവൻ്റെ നാവിൽ നിന്ന് തീപന്തം പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ പുറപ്പെടുകയും അതിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് പേർ തിരിച്ചു വരും. അവരെല്ലാം എങ്ങോട്ട് എടുക്കപ്പെടും? ഈ വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അവർ രൂപാന്തരപ്പെട്ട് മാറും. അതുകൊണ്ടാണ് കൊറിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൽ 51 മുതൽ 53 വരെയുള്ള തിരുവചനത്തോടെ കർത്താവ് പറയാണ്, ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന അത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയമരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരമായും മർത്യമായത് അമർത്യമായും മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ അന്ത്യവിധിയുടെ സമയത്ത് എല്ലാവരും ജീവൻ പ്രാപിക്കുകയും നിത്യരക്ഷയിലേക്ക് കടന്നു പോകുന്നവർ എങ്ങനെയാണ്? അവർ രൂപാന്തരപ്പെടും. നമ്മൾ നേരത്തെ കണ്ടു, യേശു താബോർ വെച്ച് രൂപാന്തരപ്പെട്ട് കാണിച്ചതുപോലെ ഇവരെല്ലാവരും രൂപാന്തരപ്പെട്ട് പ്രശോഭിച്ചായിരിക്കും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വചനത്തിലൂടെ കർത്താവ് ഇക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ വചനം പറഞ്ഞ ഇതാണ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അതായത് മനുഷ്യപുത്രൻ എല്ലാ സ്വർഗത്തിലുള്ള സകല ദൂതന്മാരോടും കൂടെയും എങ്ങോട്ട് വരികയാണ്? എഴുന്നള്ളി വരികയാണ്. അന്ത്യവിധിക്ക് വേണ്ടി എഴുന്നള്ളി വരുമ്പോൾ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഈശോ ആ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ആദം മുതൽ ആ നിമിഷം വരെ ഭൂമിയിൽ ഉണ്ടായിരുന്നവർ മുഴുവനും, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ആരുടെ മുമ്പിൽ? കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് പറയാണ്, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുഭാഗത്തും കോലാടുകളെ തൻ്റെ ഇടതുഭാഗത്തും നിർത്തും. അനന്തരം രാജാവ് കർത്താവായ ഈശോ തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ദൈവരാജ്യം അവകാശപ്പെടുത്തുവിൻ. വചനം. അപ്പോൾ ലോകത്ത് ജനിച്ചു വീണിരിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവരെയും 2 ഗണമായിട്ട് തിരിക്കുകയാണ്. നന്മ ചെയ്തിട്ടുള്ളവർ മുഴുവനും നിത്യജീവന്റെ ഉയർപ്പിന് വേണ്ടി അവനെ എങ്ങോട്ട് മാറ്റുകയാണ്? അവൻ്റെ വലത്തുഭാഗത്ത്, ചെമ്മരിയാടുകളുടെ പ്രതീകമായി അവരെ വലത്തുഭാഗത്തും, നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കോലാടുകളുടെ ഗണമാക്കി തൻ്റെ ഇടതുഭാഗത്തേക്ക് മാറ്റി നിർത്തുകയാണ്. എന്നിട്ടാണ് കർത്താവിൻ്റെ യഥാർത്ഥ വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് അവരുടെ സമക്ഷം അവിടെ വിധി പ്രഖ്യാപിക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? ഗ്രന്ഥങ്ങൾ പരിശോധിക്കപ്പെടും. വീണ്ടും അതവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ശരീരത്തോടു കൂടി അവരത് കേട്ട് ബോധ്യപ്പെടും. അതിനുശേഷമാണ്
കർത്താവിൻ്റെ വിധി ഉണ്ടാവുന്നത്. കർത്താവിടെ വിധിക്കാണ്. തൻ്റെ വലതുഭാഗത്തുള്ള ചെമ്മരിയാരോട് പറയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പിതാവിൻ്റെ പദ്ധതിക്ക്, രക്ഷാകര പദ്ധതിയോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുകയും ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ച് യേശുവിൻ്റെ ഭൗതിക ശരീരമായ സഭയിൽ വിശ്വാസത്തോടെ ജീവിച്ച് നീതിയോടെ യേശു ക്രിസ്തുവിൽ മരിച്ചവരാണ് തൻ്റെ വലത്തുഭാഗത്തുള്ളവർ. അവരോടാണ് പറയുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനാദി ലോക സ്ഥാപനം മുതൽ, അതായത് ലോകമുണ്ടാക്കിയ ആ സമയം, നമുക്കറിയാം കർത്താവ് വചനം കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുണ്ടായ ആ സമയം മുതൽ എന്താണ് നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം, അവിടേക്ക് നിങ്ങൾ കടന്നു പോകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇത്തിരിയുടെ നല്ലൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആദത്തെ ദൈവം സൃഷ്ടിച്ചു, തൻ്റെ ഛായയും സാദൃശ്യവും കൊടുത്ത് സൃഷ്ടിച്ച് ഈ ആദത്തെ ദൈവം കൊണ്ടുപോയി താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്. ഏദന് കിഴക്ക് അവിടുന്ന് ഒരു തോട്ടമുണ്ടാക്കി അവരെ അവിടെ പാർപ്പിച്ചു. അതിന് പറയുന്ന പേരാണ് പർദീസ. അപ്പോൾ പർദീസായിലേക്കാണ് അവരെ മാറ്റുക. അതായത് പർദീസ എന്ന് പറഞ്ഞാൽ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ കർത്താവിനോട് കൂടെ തന്നെയാണ് അവരെ കൊണ്ടുപോയി ആക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ രൂപാന്തരപ്പെട്ട് ദൈവം സൃഷ്ടിച്ച ആദ്യ സൃഷ്ടിയായിരിക്കുന്ന ആദത്തിൻ്റെ അതേ സമാനതയിലേക്ക് അവർ മാറ്റപ്പെട്ടുകൊണ്ടാണ് അവർ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഒരു വചനം കൊണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. കൊളോസിന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുക. കൊളോസിസ് 1:13 അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അപ്പം അതുവരെയും ലോകത്തിൻ്റെതായിരിക്കുന്ന സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം പരിപൂർണമായിരിക്കുന്ന വിടുതൽ, അതായത് പൈശാചികമായിരിക്കുന്ന സകലവിധ പ്രവൃത്തികളിൽ നിന്നും പരിപൂർണമായിരിക്കുന്ന വിടുതലാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ നിന്റെ മേൽ ഒരു പിശാചിനും അവകാശവുമില്ല, ആധിപത്യവുമില്ല, നിന്റെ മേൽ പ്രവർത്തിക്കാനും പറ്റില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് വന്ന അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവരാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയവർ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ വചനം പറഞ്ഞ് അവരെ അഭിഷേകം ചെയ്യുമ്പോൾ ഇവരുടെ ശരീരം രൂപാന്തരപ്പെടും. ഇവരുടെ ശരീരം രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്, രൂപാന്തരപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിൽ വലിയൊരു ദൈവിക രഹസ്യം ഒളിഞ്ഞു കിടക്കുക, അത് വെളിപ്പെടുത്തി തരിക. അവിടെ പറയുന്നത് ഇതാണ്: പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചൈതന്യം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആരായിട്ട് മാറി? ദൈവത്തിൻ്റെ മക്കളാണ് എന്നിട്ട് പറയാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ, എപ്പോഴാണ്? അന്ത്യവിധിയിൽ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. ആരെ പോലെയാകും? അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും.
അപ്പോൾ ആരെപ്പോലെ? നമ്മൾ യേശുവിനെ പോലെയാകും. യേശു അവിടെ വരുന്നതും മഹത്വീകൃത ശരീരത്തിലാണ്. അപ്പം നമ്മളെല്ലാവരും ആരെപ്പോലെയാകും? യേശുവിനെ പോലെ മഹത്വീകൃത ശരീരത്തിൽ, പ്രഭയുള്ള ശരീരത്തിൽ, നിത്യജീവന്റെ പ്രഭയുടെ അഭിഷേകത്തിലേക്ക് നമ്മൾ മാറും. ആരെപ്പോലെ? യേശുവിനെ പോലെ നമ്മൾ ആയി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു സ്വർഗത്തിൽ എങ്ങനെയായിരിക്കുന്നോ അതേ അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:41 തന്റെ ഇടതുഭാഗത്തുള്ളവരെ കുറിച്ച് പറയുക. അവിടെ പറയുന്നതാണ്, അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു ദാക്ഷിണ്യവുമില്ല, അവിടെ ഒരു കരുണയുമില്ല. അവിടെ അന്ത്യമായിരിക്കുന്ന പ്രഖ്യാപനം, നീതിയോടുകൂടി അവൻ അവിടെ വിധി പ്രഖ്യാപിക്കുകയാണ്. അത് പറയാണ്, തൻ്റെ ഇടതോട് പറഞ്ഞ ശപിക്കപ്പെട്ടവരെ എന്നാണ് വിളിച്ചത്. നിങ്ങൾ ഈ ലോകത്തിൽ എന്നെ അനുസരിച്ചില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ വിട്ടിരുന്ന ആൾക്കാർ പറഞ്ഞത് നീ മനസ്സിലാക്കിയില്ല, പഠിച്ചുമില്ല, അതനുസരിച്ച് ജീവിച്ചുമില്ല. നീ ലോകത്തിൻ്റെ തിന്മയുടെ അരൂപിയോട് ചേർന്ന് ജീവിച്ചത് കൊണ്ടാണ് അവനെ ശപിക്കപ്പെട്ടവനെ എന്ന് കർത്താവ് വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നിൽ നകന്ന, ഇനി നിങ്ങൾക്ക് എന്നോടൊപ്പമില്ല. ഇനി എന്നോടൊപ്പമുള്ള ജീവിതമല്ല, മറ്റവർക്ക് കിട്ടിയിരിക്കുന്ന പോലുള്ള എന്നോടൊപ്പം ഒരു ജീവിതം നിങ്ങൾക്കില്ല. നിങ്ങൾ എന്നിൽ നകന്ന്. ഇത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക്, നിത്യശിക്ഷയിലേക്ക് നീ പൊയ്ക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, അവിടെ ഇവർ ജീവൻ പ്രാപിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത്, അന്ത്യവിധിയുടെ സമയത്ത്, നരകത്തിൽ നിന്ന് ഈ ശരീരത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ആത്മാവിനെ ദൈവം അനുവദിക്കുക. അവരാ ശരീരത്തിലേക്ക് വന്ന് ജീവൻ പ്രാപിച്ചു, അവരെ വേർതിരിച്ച് ഇടതുഭാഗത്താക്കി. എന്നിട്ടാണ് അവരെ നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് ദൈവം മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ അന്ത്യസമയത്തുള്ള വിധി പ്രഖ്യാപനത്തിന്റെ സമയത്ത് അവരുടെ ചെയ്ത പ്രവൃത്തികളെ അവരുടെ സമക്ഷം ഇത് കൊണ്ടുവരുമ്പോൾ അവിടെ ശക്തമായിരിക്കുന്ന ഒരു പ്രതിബന്ധമുണ്ടാക്കുന്നുണ്ട് ഈ തിന്മയായിരിക്കുന്ന സാത്താൻ. സാത്താൻ അവിടെയും എന്താണ് നമ്മൾ കാണുന്ന സക്രിയയുടെ പുസ്തകത്തിൽ കണ്ടതുപോലെയും അവൻ അവിടെയും അവകാശവും സ്ഥാപിച്ചു കൊണ്ടുവരും. അവൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ അവൻ പാപത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അവൻ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ ദൈവം വരെ മാറ്റുന്ന സമയത്ത് പോലും ഇവൻ അതിനകത്ത് കടന്ന് ഇറങ്ങി വരികയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദാനിയേലിൻ്റെ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായിരിക്കുന്ന മിഖായേൽ എഴുന്നേൽക്കും. മിഖായേല് എഴുന്നേൽക്കും. എന്തിനാണ് മിഖായേൽ എഴുന്നേൽക്കുന്നത്? ദൈവത്തെ സഹായിക്കാൻ വേണ്ടിയാ. വെളിപാടിൻ്റെ പുസ്തകം 19:11 നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് 19:11, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനും വിളിക്കപ്പെടുന്നവൻ, നീതിയോടെ വിധിക്കപ്പെടുകയും പടപൊരുതുകയും ചെയ്യുന്നവൻ. കർത്താവ് അവിടെ പടപൊരുതുകയാണ്. ഈ നീതിയോട് കൂടി ജീവിച്ചവരെ അവൻ്റെ പിടിയിൽ നിന്ന് വിമോചിപ്പിച്ച് തൻ്റെ പക്ഷത്തിലേക്ക് മാറ്റാൻ വേണ്ടി അവിടെ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് മിഖായേൽ അവിടെ ഇറങ്ങണം. അന്ന് ആദ്യം ഈ സ്വർഗത്തിലുണ്ടായ യുദ്ധത്തിൽ അവനെ പരാജയപ്പെടുത്തിയ മിഖായേൽ വീണ്ടും കർത്താവിനോട് ചേർന്ന് ശക്തമായിട്ട് അവന്മാരെ കീഴടക്കിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ കാണുകയാണ്, ആ മൃഗം പിടിക്കപ്പെട്ടു, പടപൊരുത്തിക്കൊണ്ടിരുന്നവൻ പിടിക്കപ്പെട്ടു. അതിനോടൊപ്പം അവൻ്റെ മുമ്പായി അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുകയും അതിൻ്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിക്കുകയും ചെയ്ത വ്യാജ പ്രവാചകൻ ആന്റി ക്രൈസ്റ്റ് അവനും പിടിക്കപ്പെട്ടു. ഇരുവരും
ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ലൂസിഫറിനെയും അവൻ്റെ അനുചരന്മാരെയും ആന്റി ക്രൈസ്റ്റിനെയും പിടിച്ച് എവിടെ ബന്ധിച്ചു? നരകത്തിലേക്ക് ദൈവം തള്ളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് നരകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാണ് വെളിപാട് പുസ്തകം 20:10 അവസാന ഭാഗത്തിൽ 10b അവിടെ രാപകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. അവിടെ രാപകൽ നിത്യകാലത്തേക്ക്, പിന്നീട് മരണമില്ല, നിത്യകാലത്തേക്ക് അവർ അവിടെ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊരു സത്യം തിരിച്ചറിയണം. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ശരീരത്തോടെയാണ് നരകത്തിലേക്ക് എറിയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനകത്ത് കണ്ടു. നമ്മൾ കർത്താവ് ഉയർപ്പിക്കപ്പെടുന്നത് അവർ ധരിച്ചിരുന്ന ശരീരങ്ങളോടെയാണ് എന്ന് സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ തെസ്സലോനിക്കർക്ക് ഇത് ലേഖനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. അപ്പോൾ അവിടെ നിത്യകാലത്തേക്ക്, നരകത്തിൽ നിത്യകാലത്തേക്ക് അവിടെ പീഡനമായിരിക്കും അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുരാതന സർപ്പമായിരിക്കുന്ന ലൂസിഫറിനെയും ആന്റി ക്രൈസ്റ്റിനെയും ഒക്കെ കണ്ടു കഴിയുമ്പം ഈ നരകത്തിൽ കിടക്കുന്ന ശരീരത്തോട് കൂടിയിരിക്കുന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ഇവരെ പഴിക്കാൻ തുടങ്ങും. ഇവർക്കറിയാവുന്ന ഭാഷ, അവൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അവനിൽ ഏതൊക്കെ തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നോ, അവൻ്റെ നാവ് ഏതൊക്കെ വിധത്തിൽ ദുർവിനിയോഗത്തിനോട് അതേ ഭാഷകളിൽ ഇവനെ ഈ ചീത്തയൊക്കെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ലൂസിഫറും അവൻ്റെ അനുചരന്മാരും ഈ ആന്റി ക്രൈസ്റ്റും ചേർന്ന് ഇവരെ നിരന്തരമായിരിക്കുന്ന പീഡനം അവര് ഈ ലോകത്ത് അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള നിരന്തരമായിരിക്കുന്ന പീഡനമായിരിക്കും അവർക്കവിടെ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നത്. ആത്മാവാണെങ്കിൽ ആത്മാവെ സ്വീകരിക്കുന്നുള്ള നമുക്ക് ഓർക്കായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നീ ഈ ശരീരത്തോടെ നീ മരിച്ചപ്പോൾ ധരിച്ചിരുന്ന ശരീരം ഏതാണോ അതേ ശരീരത്തോടെ, നീ ജീവിച്ചിരുന്നപ്പോൾ ഇരുന്ന ശരീരം ഏതാണോ അതേ ശരീരത്തോടെയാണ് നീ നരകത്തിലേക്ക് എറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 20:3 കാണുന്നുണ്ട്. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ച് മുദ്ര ചെയ്തു. പണ്ട് 1000 വർഷത്തേന് ചെയ്തിരുന്നു. പിന്നീട് എന്നേക്കുമായി നിത്യകാലത്തേക്ക് ഇത് അടച്ച് പൂട്ടപ്പെടും. പിന്നീട് അത് തുറക്കപ്പെടുകയില്ല. സാത്താൻ അവിടുന്ന് പുറത്തു വരാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ നിത്യകാലത്തേക്കുള്ള നിലവിളി, നിത്യകാലത്തേക്കുള്ള പീഡനങ്ങൾ, അഗ്നിയുടെ പൊള്ളല്. പക്ഷേ ശരീരം എന്ത് ചെയ്യാണ്? പൊള്ളി തീർന്നു പോവില്ല, കരിഞ്ഞു പോവില്ല. ആ ശരീരത്തിൽ ഇത് മുഴുവനും നിരന്തരം നിത്യകാലത്തേക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ഒരു വലിയ സത്യം തിരിച്ചറിയണം. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മോചനം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. മരണത്തിന് ശേഷം നടക്കില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 16-17 വചനം പറയാണ്, അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. നീയാണ് തീരുമാനമെടുക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വലിയ ദൈവിക രഹസ്യം ലോകം മുഴുവനും എത്തണം. സകല മനുഷ്യനും അറിയണം. മരണത്തിന് ശേഷം, അന്ത്യവിധിക്ക് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സകല മനുഷ്യനും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ, ഈ വചനഭാഗങ്ങളെ നമ്മൾ മനസ്സിലിട്ട് നന്നായിട്ട് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ, അതിൻ്റെ പരിപൂർണതയിൽ നമുക്ക് കൊണ്ടുപോയി നമുക്ക് മഹത്വത്തിൻ്റെ ശരീരം സ്വീകരിച്ച് നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ പ്രിയപ്പെട്ട വ്യക്തികളെ നമുക്ക് കണ്ടുമുട്ടുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ,
എല്ലാ മക്കളോടും ഈ ഒരു വലിയ ദൈവിക സന്ദേശം എത്തിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കട്ടെ. അവര് നിത്യരക്ഷയിലേക്ക് കടന്നു വന്നിരിക്കും. ദൈവമക്കളെ, നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും പ്രാർത്ഥനാ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വീണ്ടും തരാം. എൻ്റെ നമ്പർ 97 44 93 79 97. ഇതാണ് എൻ്റെ നമ്പർ. വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കും. അന്നേരം എടുത്തില്ലെങ്കിലും മിസ് കോൾ കണ്ടാൽ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. ഓക്കെ ദൈവമക്കളെ, നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്കൊരു പുതിയ വീഡിയോയുമായി ഇതിനു മുമ്പിൽ ഞാൻ വീണ്ടും എത്തും. തുടർച്ചയായിട്ട് വചന കൃപാഗ്നിയുടെ ശുശ്രൂഷ നിങ്ങൾക്ക് യൂട്യൂബിനകത്തൂടെ കേൾക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ അതിനോട് സഹകരിക്കുക. എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.